നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ കാവനാടിൽ ശക്തമായ മഴയിൽ വീടിടിഞ്ഞു വീണു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മണ്ണറിവ് കാർഷിക വിജ്ഞാപന സെമിനാർ നടത്തി. പാലേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. സുബ്രതോ കപ്പ് കൊടകരയിലെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് മിന്നും ജയം. വിശദമായ വാർത്തകളിലേക്ക്. മറ്റത്തൂർ കാവനാടിൽ ശക്തമായ മഴയിൽ വീടിടിഞ്ഞു വീണു. മറ്റത്തൂർക്കുന്ന് കാവനാട് മഠത്തിപ്പറമ്പിൽ സിദ്ധാർത്ഥന്റെ കോൺക്രീറ്റ് വീടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. വായനാ പക്ഷാചരണത്തിന്റെ 10ാം ദിവസം കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ UP ഹൈസ്കൂൾ പൊതുവിഭാഗം അംഗങ്ങൾക്കായി കവിതാലാപന മത്സരം സംഘടിപ്പിച്ചു. സദാശിവൻ കുറുവത്ത്, സോമനാഥൻ മാഷ് എന്നിവർ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ പേരാമ്പ്ര തുടങ്ങിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. നമ്മൾ നേരിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല, അതിന് പുറകിൽ അനേകം ആശയതലങ്ങളുണ്ട്. ആ ആശയതലങ്ങളിലേക്ക് നമ്മളെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും മറ്റത്തൂർ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മണ്ണറിവ് കാർഷിക വിജ്ഞാപന സെമിനാർ നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, സോയിൽ സർവേ ഓഫീസർമാരായ MA സുധീർ ബാബു, ഹൃദ്യ KS, ജില്ലാ മണ്ണ് പരിവേഷണ ഓഫീസർ ഡോക്ടർ തോമസ് അനീഷ്, ജോൺസൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പഠിച്ചൊരു മാസ്റ്റർ പ്ലാൻ ആണ് അതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് കർഷകരെ വിളിച്ചു ചേർത്ത് കർഷകരുടെ അനുഭവങ്ങൾ, അവരുടെ അനുഭവങ്ങളിലൂടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. പാലേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ ടോറസ് ലോറി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ടോൾ ബൂത്തിൽ നിന്നും പുറകോട്ടെടുത്തതാണ് അപകടകാരണം. ടോറസ് ലോറിയുടെ പുറകിലുണ്ടായിരുന്ന കാർ ലോറിക്കടിയിൽപ്പെട്ടു. കാർ യാത്രക്കാർ നിർത്താതെ ഹോൺ മുഴക്കിയിട്ടും ലോറി ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നില്ല. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമാനമായ മറ്റൊരു സംഭവം അന്നേ ദിവസം ഉണ്ടായിരുന്നുവെന്നും ടോൾ ബൂത്തിൽ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വാഹനം പുറകോട്ടെടുക്കാവൂ എന്നും ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞു. തൃശൂർ ചേലക്കര വള്ളത്തോൾ നഗറിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടു. എറണാകുളം ടാറ്റനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായിരുന്നതിനാൽ അപകടമൊഴിവായി. തൃശൂർ വള്ളത്തോൾ നഗറിനു സമീപം 15ാം പാലത്തിനടുത്താണ് രാവിലെ 10 മണിയോടെ സംഭവം. CMW ഷൊർണൂർ സ്റ്റാഫ് അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ട്രെയിനിന്റെ AC കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം ട്രെയിനിന്റെ വിട്ടുപോയ ഭാഗം കൂട്ടി യോജിപ്പിച്ച ശേഷം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇനി കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയ ശേഷം യാത്ര തുടരുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. സഹൃദയ കോളേജിലെ 2 വിദ്യാർത്ഥികൾ വേൾഡ് യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ഇന്ത്യൻ ടീമിൽ. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വിദ്യാർത്ഥികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരങ്ങളുമായ ജീവൻ ജോസ് ജോജി, സവിത് M എന്നിവർ സ്പെയിനിലെ ആന്റി സ്ക്വയറിൽ വെച്ച് നടക്കുന്ന വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.
കോട്ടയം കൂരോപ്പടയിൽ മറങ്ങട്ടു ഒറ്റതയിൽ വീട്ടിൽ ജോജി വർഗീസിന്റെയും അന്നമ്മ ജോജിയുടെയും മകനാണ് ജീവൻ ജോസ് ജോജി. മലപ്പുറം വെളികുന്നിൽ കുളങ്ങരശ്ശേരിയിൽ വീട്ടിൽ അനിൽകുമാർ എം, ധന്യ കെ എന്നിവരുടെ മകനാണ് സവിത്ത്. ഇരുവരും സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ സ്കൂൾസ് ഗെയിംസ് ദേശീയ മത്സരങ്ങളിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി 2019 ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ പ്രകടനമാണ് ഇരുവർക്കും വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് വഴിയൊരുക്കിയത്. മുൻ ഇന്ത്യൻ മിലിറ്ററി ഹാൻഡ്ബോൾ ടീം താരവും സഹൃദയ കോളേജ് ഹാൻഡ്ബോൾ ടീം പരിശീലകനുമായ ഖാദർ എസ് ആണ് ഇവരുടെ പരിശീലകൻ. തൃശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസും സംയുക്തമായി ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ PN പണിക്കർ അനുസ്മരണവും SSLC +2 പരീക്ഷകളിൽ വിജയിച്ച ശിശു സംരക്ഷണ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. കൂടുതൽ മാർക്ക് നേടിയ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെയും മോഡൽ ഹോം ഫോർ ഗേൾസിലെയും വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു. ഉദ്ഘാടനം സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ P മീര അധ്യക്ഷയായി. ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KV നിമ്മി മുഖ്യാതിഥിയായി. കേരള സാഹിത്യ അക്കാദമി കൌൺസിൽ അംഗം ഡോക്ടർ വിജയരാജ മല്ലിക മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് CK വിജയൻ, അഡ്വക്കേറ്റ് KV ബാബു, അഡ്വക്കേറ്റ് AM സിമ്മി, VD സുജിത, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ CG ശരണ്യ, ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് A അജികുമാർ, മോഡൽ ഹോം ഫോർ ഗേൾസ് അഡ്മിനിസ്ട്രേറ്റർ ജെനി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബാലസംഘം ചേർപ്പേരിയ പാട്ടുകൂട്ടം നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു. യുവാവിനെ കാണാതായതായി പരാതി. കോടാലി വെട്ടിയാടൻചിറ പണിക്കാടൻ വീട്ടിൽ സുജിത് സുഗതനെയാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ കാണാനില്ല എന്ന് ഭാര്യ ആര്യ വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സ്ത്രീ സൌഹൃദം പദ്ധതിയുടെ ഭാഗമായി 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. മെമ്പർമാരായ രാധ വിശ്വംഭരൻ, നന്ദിനി സതീശൻ, JPHN ഷൈനി, രഞ്ജിനി മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമസഭ വഴി തിരഞ്ഞെടുത്ത 160 പേർക്കാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത്. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ താരങ്ങൾക്കുള്ള ജേഴ്സികൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ EM ശ്രീനിവാസൻ ദേശീയ താരമായ ജീസ്മോൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കായിക അധ്യാപകൻ സബീഷ് KRന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സീനിയർ അധ്യാപിക ഗീത KT, മലയാളം അധ്യാപകൻ ഡോക്ടർ പ്രഹേഷ് TP എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഉപജില്ല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 17 ബോയ്സ് വിഭാഗത്തിൽ GNBHS കൊടകര 2-0 MA MHS കൊരട്ടിയെ തോൽപ്പിച്ച് ജേതാക്കളായി. അണ്ടർ 17 ഗേൾസ് വിഭാഗത്തിൽ GHSS കൊടകര 5-0 സെന്റ് ആന്റണീസ് കോട്ടാറ്റിനെ തോൽപ്പിച്ച് തിളങ്ങുന്ന ജയം കരസ്ഥമാക്കി. അണ്ടർ 14 ബോയ്സ് വിഭാഗത്തിൽ കാർമൽ സ്കൂൾ ചാലക്കുടി 1ാം സ്ഥാനവും GNBHSS കൊടകര 2ാം സ്ഥാനവും നേടി. AEO നിഷ PB സമ്മാനദാനം നിർവഹിച്ചു. GNBHS കൊടകര HM ഇൻചാർജ് ജോബിൻ M തോമസ്, ചാലക്കുടി ഉപജില്ലാ സെക്രട്ടറി MJ ജോജു, സ്പോർട്സ് കോർഡിനേറ്റർ സജി ജോർജ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ മഹിപാൽ MV നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിജു തെക്കൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് M മഞ്ജുള ടീച്ചർ സ്വാഗതം ആശംസിച്ചു. SRG കൺവീനർ P ഷീബ, സ്റ്റാഫ് സെക്രട്ടറി സിംബിൾ MD, അധ്യാപകരായ E ശ്രീലേഖ, റിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 52,600 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ കാവനാടിൽ ശക്തമായ മഴയിൽ വീടിടിഞ്ഞു വീണു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മണ്ണറിവ് കാർഷിക വിജ്ഞാപന സെമിനാർ നടത്തി. പാലേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. സുബ്രതോ കപ്പ് കൊടകരയിലെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് മിന്നും ജയം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.